പാലാ നഗരസഭയിലെ ഭരണ പ്രതിസന്ധിയിൽ തുറന്നടിച്ച് കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ്. സ്വതന്ത്ര കൂട്ടായ്മയുമായി ഇനി സഹകരണം തുടരാനാവില്ല എന്നും UDF കൗൺസിലർമാർ ഒറ്റക്കെട്ടാണെന്നും ബിജു മാത്യൂസ് വ്യക്തമാക്കി. നഗരസഭാ അധ്യക്ഷ ദിയ പുളിക്കകണ്ടം രാജിവെക്കണമെന്നാണ് ആവശ്യം. നേതൃത്വത്തോട് ഞങ്ങൾ ഇവരോടുകൂടി ചേർന്ന് ഈ സ്വതന്ത്ര മുന്നണി എന്ന് പറയുന്ന മുന്നണിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭരണത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ നേതാക്കന്മാരോട് അറിയിച്ചിരുന്നു, ദയവ് ചെയ്ത് ഇവരോടുകൂടി മുമ്പോട്ട് പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നു. കാരണം ഇതിനു മുമ്പ് ഈ മുനിസിപ്പാലിറ്റിയിലെ ഞങ്ങൾ ചേരേണ്ടി വരുന്ന ഈ ബിനു പുളിക്കകണ്ടം പല കേസുകളിൽ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം വെച്ച് കീടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അടുത്ത് വരുന്ന ഇലക്ഷൻ, അപ്പോൾ UDF ഇലക്ഷനോട് സഹകരിക്കണം, UDF ഒറ്റക്കെട്ടായി പോകണം, UDFന് ഭരണം പിടിക്കണം എന്ന് നേതാക്കന്മാർ പറഞ്ഞ് ഞങ്ങൾ വഴങ്ങിയതാണ്. പക്ഷേ അപ്പോൾ ഇവർ പറഞ്ഞത് ഉറപ്പുണ്ട്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നല്ല രീതിയിൽ അവരായിക്കോളും, അവർക്കൊക്കെ മാനസാന്തരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഒരു മാനസാന്തരം വന്നില്ലെന്ന് മാത്രമല്ല അന്തരം കൂടുകയാണ് ചെയ്ത്. എത്രയും പെട്ടെന്ന് ദിയാബിനു രാജിവെച്ച് പുറത്തു പോകണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അതേസമയം ഭരണ പ്രതിസന്ധി ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് എം പറയുന്നു. ഭരണം പിടിച്ചെടുക്കാൻ ഇടതുമുന്നണി ശ്രമിക്കില്ല, എന്നാൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നും കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു പറഞ്ഞു. ഇപ്പോൾ ഏതായാലും ഒരു ഭരണ പ്രതിസന്ധി വന്നിരിക്കുന്നു. ഭരിക്കുന്ന കക്ഷികളും വ്യക്തികളും ചെയർമാനും വൈസ് ചെയർമാനും ഭരണമുന്നണിയിൽ തന്നെ വളരെ പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നതിന് ഒരു മാറ്റമില്ല. നമ്മളന്ന് ഇലക്ഷൻ കഴിഞ്ഞ് ഇവരൊക്കെ നമ്മളെ ബന്ധപ്പെട്ടിട്ടും നമ്മൾ പ്രതിപക്ഷത്തിരിക്കാനുള്ള മാൻഡേറ്റാണ് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ പഴയ നിലപാടിന് മാറ്റമൊന്നുമില്ല. നമ്മൾ പ്രതിപക്ഷത്തിരിക്കാനുള്ള മാൻഡേറ്റ് ആണെങ്കിൽ ആ മാൻഡേറ്റാണ് ഇപ്പോഴും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഇപ്പോൾ സ്വതന്ത്ര കൂട്ടായ്മയെ പിന്തുണയ്ക്കുമെന്നൊക്കെ ചോദിച്ചു. നമ്മളൊരു കാരണവശാലും അവരെ പിന്തുണയ്ക്കുന്നില്ല. തന്നെയല്ല, അവരുടെ പിന്തുണ വാങ്ങി ഭരണത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പ്രത്യക്ഷമായിട്ട് ഭരണ സംവിധാനം ഒന്നും വേണ്ട. പക്ഷേ അവിടെ ഭരണ പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വേണ്ട രീതിയിൽ തീരുമാനിക്കും. കൗൺസിലർമാരെ അനുനയിപ്പിക്കാനുള്ള UDFന്റെ നീക്കം തുടരുകയാണ്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ എന്താണ് ഈ നഗരസഭയുടെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? പാലായിൽ ഇപ്പോൾ UDF എതിർത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ദിയ പുളിക്കകണ്ടം മാറണമെന്നാവശ്യപ്പെടുന്നു. അങ്ങനെ മാറുകയാണെങ്കിൽ ഭരണം പ്രതിസന്ധിയിലാകില്ലേ? ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പിണങ്ങിയാണ് ദിയ പുളിക്കകണ്ടം UDFന് പിന്തുണ നൽകിയത്. അപ്പോൾ ആ ഒരൊറ്റ പിന്തുണയിലാണ് ഭരണം നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് UDF കൗൺസിലർമാർക്കുള്ള ആത്മവിശ്വാസം? ഈ തർക്കത്തിന് അടിസ്ഥാനമായ കാരണം എന്താണ്? സ്മൃതി, ഇതിലെ അടിസ്ഥാന പ്രശ്നം കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച 5 കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ച 5 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. അതുകൂടാതെ വിമതയായി ജയിച്ചെങ്കിലും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു കൗൺസിലറും കൂടി ചേർത്താൽ അവർ 6 പേരുണ്ട്. അതിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രധാനപ്പെട്ട വാദം, അവിടെ UDFന് സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഭരണമുണ്ട്. പക്ഷേ പാലായിലെ കോൺഗ്രസ് ശോഷിച്ച് താഴോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനിയും അത് തുടരാൻ അനുവദിക്കാൻ കഴിയുകയില്ല. MLA കോൺഗ്രസ് അല്ല, MP കോൺഗ്രസ് അല്ല, അവരും കോൺഗ്രസ് കൗൺസിലർമാരുടെ വികാരത്തെ മതിയായ വിധം പരിഗണിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. അതായത് ഭരണവും തീരുമാനവും എല്ലാം പുളിക്കകണ്ടം ഫാമിലിയിൽ കേന്ദ്രീകരിക്കുന്നു. അവർ തന്നിഷ്ടപ്രകാരം ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ കൗൺസിലർമാരുടെയും വികാരവും ആത്മാഭിമാനവും സംരക്ഷിക്കണം, അധികാരത്തെക്കാൾ വലുത് അതാണ് എന്നവർ തുറന്നു പറയുകയാണ്. ഇനിയും ഇങ്ങനെ തുടരാൻ കഴിയുകയില്ല. ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് വെച്ചാൽ ദിയ പുളിക്കകണ്ടമാണ് ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സന്റെ കാര്യത്തിൽ അവർക്ക് പരാതിയില്ല. അപ്പോൾ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകണം, ഇനി അങ്ങനെ ഒരു സഹകരണം സാധ്യമാവുകയില്ല എന്ന നിലപാട് പരസ്യമായി തുറന്നു പറയുന്നു. അതിൽ അനുനയത്തിന് നേതൃത്വം താല്പര്യമെടുത്തെങ്കിലും അതിൽ MLAയും MP ഒക്കെ പുളിക്കകണ്ടം ഫാമിലിക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലാണ് അവരുടെ ഒരു വികാരമുള്ളത്. അതുകൊണ്ട് ഇവരെ കോൺഗ്രസ് കൗൺസിലർമാരെ കേൾക്കാതെയുള്ള ഒരു ഭരണം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന അഭിപ്രായമാണ്. തർക്കം പോലീസ് സ്റ്റേഷൻ കയറുന്നവരെ കണ്ടു. ആദ്യം ഒരു തർക്കം ഉണ്ടാകുന്നു, ബിജു മാത്യൂസിനെ മർദ്ദിച്ചു എന്ന പരാതി അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ബിനുവിനെതിരെയാണ് ആ പരാതി. പിന്നീട് മോഷണം നടത്തിയെന്ന് കാണിച്ച് ചെയർപേഴ്സൺ തിരിച്ചൊരു കൗണ്ടർ പരാതി കൊടുക്കുന്നു. ഇങ്ങനെ വളരെ നാണം കെട്ട രീതിയിലേക്കുള്ള പരാതികളിലേക്ക് കാര്യങ്ങൾ പോകും വിധം ഒരുമിച്ചുള്ള ഒരു മുന്നണി സംവിധാനം എന്ന നിലയ്ക്കാണല്ലോ സ്വതന്ത്ര കൂട്ടായ്മയും കോൺഗ്രസ് കൗൺസിലർമാരും ചേർന്നു UDF സംവിധാനവും ചേർന്നുള്ള ഭരണം എന്ന നിലയ്ക്ക്. പക്ഷെ അതൊരു തെരുവിലേക്കുള്ള പോരായി മാറുന്നു. അതപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ കഴിയില്ല. ഫലത്തിൽ അതൊരു ഭരണ പ്രതിസന്ധിയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ പാലാ നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പോഴും കേരള കോൺഗ്രസ് എം ആണ്. അവർ ഏതായാലും ഈ സ്വതന്ത്ര കൂട്ടായ്മയായി സഹകരിച്ച് ഭരണം അട്ടിമറിക്കില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ട്വിസ്റ്റിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസ് കൗൺസിലർമാരെ ഭരണത്തിലെത്താൻ കേരള കോൺഗ്രസ് എമ്മിന് പിന്തുണയ്ക്കാം.
എമ്മിനെ തിരിച്ച് കോൺഗ്രസിനും പിന്തുണയ്ക്കാം. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് അധികാര പങ്കാളിത്തമില്ലാത്ത ഒരു ഭരണം എന്നത് എതിർചേരിയുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു. അത് പൂവണിഞ്ഞു. പക്ഷെ അത് നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അസാധാരണമായ ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമോ, സർപ്രൈസ് ഉണ്ടാകുമോ എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് ഉചിതമാകില്ല എന്നാണ് മിക്കവാറും നേതാക്കളുടെ എല്ലാം അഭിപ്രായം. അതായത് കേരള കോൺഗ്രസ് എമ്മിന് തിരികെ UDF-ലേക്ക് ഒരു ചങ്ങാത്തത്തിനുള്ള ഒരു സാധ്യത ഇവിടെ തെളിയുന്നുണ്ട്. അതങ്ങനെ യാഥാർത്ഥ്യമാകുമോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. കോൺഗ്രസ് നേതാക്കൾ മിക്കവരും അതിനെതിരാണ്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ നിൽക്കുന്നു എന്നത് തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേരള കോൺഗ്രസ് എം ഏതായാലും സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണയോടുകൂടി സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകില്ല. വിനു പുളിക്കക്കണ്ടവുമായും ജോസ് കെ മാണിയുടെ തർക്കമൊക്കെ മുൻകാലത്തെ തർക്കം നമുക്കറിയാം. അപ്പോൾ അത്തരമൊരു സാഹചര്യമില്ല. പക്ഷേ ഒരു ഭരണം മാറി പുതിയൊരു ഭരണസമിതി രൂപീകരിക്കുന്നതിൽ സാഹചര്യമുണ്ട്. കാരണം തദ്ദേശ നിയമം അനുസരിച്ച്, ചട്ടം അനുസരിച്ച് അവർക്ക് പുതിയ അധ്യക്ഷയെ വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്തായിരിക്കും അതിന്റെ ബാക്കി പത്രം? DA ഏതായാലും അംഗീകരിക്കില്ല, ഇപ്പോഴത്തെ ചെയർപേഴ്സണെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കൗൺസിലറെ ചെയർപേഴ്സൺ ആക്കണം. അങ്ങനെ സംഭവിക്കും. ഏതായാലും വീണ്ടും സമവായ നീക്കം നടക്കുന്നുണ്ട്. ശരി, സജോ ദേവസ്യാണ് പാലയിലെ പ്രശ്നങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.